ഓരോ ദിവസവും നീ എത്ര ശതമാനം നന്നാവുന്നുണ്ട്? എന്താണ് ചോദ്യം? ഓരോ ദിവസവും നീ എത്ര ശതമാനം നന്നാവുന്നുണ്ട്? അതായത് നമ്മളുടെ വളർച്ച, ആത്മീയമായ വളർച്ച ഓരോ ദിവസവും എത്ര ശതമാനം വളരുന്നുണ്ട് എന്നതാണ് ചോദ്യം. ഒരു കണക്ക് എങ്ങനെയാണ്? നമ്മൾ ഒരു ദിവസം 1% നന്നായാൽ, ഓക്കെ, ഒരു ദിവസം 1% നന്നായാൽ 365 ദിവസങ്ങൾ കൊണ്ട് എത്രമാത്രം എന്തോരം നന്നായിട്ടുണ്ടാവുന്നു? 365% അല്ല, 37 ഇരട്ടി നല്ലൊരു മനുഷ്യനായിട്ടുണ്ടാകും എന്നതാണ് കണക്ക്. അതെങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ വീട്ടിൽ ചെന്നിട്ട് കണക്ക് കൂട്ടണം. ഹല്ലേലൂയ. സമയമെടുക്കും അത്. അതായത് ഒരു ദിവസം നമ്മൾ 1% നന്നായി, പിറ്റേ ദിവസം നമ്മൾ 1% നന്നാവുന്നത്, അതായത് പുതിയ കണക്കാണ്. അതായത് നമ്മൾ 1% നന്നായി, പിറ്റേ ദിവസം 1% എന്ന് പറയുന്നത് തലേ ദിവസത്തെ 10% അല്ല, അല്ലേ? അപ്പൊ അങ്ങനെ വളർന്ന് വളർന്ന് നമ്മൾ 37 ഇരട്ടി നല്ല ഒരാളായി. ഇപ്പൊ തന്നെ നമ്മൾ നല്ല ആളാണ്, അത് തന്നെ ആളുകൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പൊ നമ്മൾ ഇപ്പോൾ ഉള്ളതിന്റെ 37 ഇരട്ടി നന്നായാൽ എന്തായിരിക്കും സിസ്റ്ററെ സ്ഥിതി, അല്ലേ? ഹല്ലേലൂയ. അപ്പോൾ ഇന്നത്തെ ചോദ്യത്തിന്റെ പശ്ചാത്തലം ഇതാണ്. ഒരു കടുകുമണിയുടെ ഉപമ ഈശോ പറയുകയാണ്. കടുകുമണി ഇങ്ങനെ, നമുക്കറിയാം, കടുകുമണി മാത്രമല്ല, ഓരോ മരവും എങ്ങനെയാണ് വളരുന്നത്? ഒരു ദിവസം ഒരിത്തിരി കൂടെ, ഒരു ദിവസം ഒരിത്തിരി കൂടെ. അല്ലെങ്കിൽ കടുകുമണി, അല്ലെങ്കിൽ ഏത് വിത്താണെങ്കിലും അത് കുഴിച്ചിട്ടിട്ട് അതിന്റെ വളർച്ച പുറമേ കാണുന്നത് എത്ര ദിവസം കഴിഞ്ഞിട്ടാണ്? ആദ്യം വേരൊക്കെ വന്ന്, അല്ലെങ്കിൽ കുറച്ച് ഉള്ളിൽ വളർന്നിട്ടാണ് പിന്നെ പുറമേ വളരുന്നത്. അപ്പോൾ ഇതിങ്ങനെ വളർന്നു വളർന്ന് വളർന്നാണ് ഒടുവിൽ അത് ഫലം പുറപ്പെടുവിക്കുന്ന മരമായി മാറുന്നത്. ഒറ്റ ദിവസം കൊണ്ടല്ല, അത് കുറേശ്ശെ വളർന്ന് 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 അവസാനം ഫലം പുറപ്പെടുവിക്കുകയാണ്. അതുപോലെ നമ്മളുടെ ആത്മീയ ജീവിതത്തിലും ഒരു വളർച്ചയുടെ, ബാഹ്യമായ ഒരു വളർച്ചയുടെ കാലഘട്ടമുണ്ട്. ആ കാലഘട്ടത്തിന്റെ ഒടുവിൽ ഈശോ ഇന്നത്തെ സുവിശേഷത്തിൽ പറയുന്നത് പോലെ ആകാശത്തിലെ പക്ഷികൾ അതിൽ ചേക്കേറുകയാണ്. മറ്റുള്ളവർക്ക് അഭയവും മറ്റുള്ളവർക്ക് ആശ്വാസവും നൽകുന്ന ഒരു വ്യക്തിയായി നമ്മൾ രൂപാന്തരപ്പെടുകയാണ്. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. ജീവിത അവസാനം വരെ നമ്മൾ ആശ്വാസം കണ്ടെത്താൻ വേണ്ടി ഓടി നടക്കുന്നവർ തന്നെയല്ല, മറ്റുള്ളവർക്ക് ആശ്വാസം നമ്മളിൽ നിന്ന് ലഭിക്കുകയാണ്. ബാഹ്യമായ വളർച്ചയാണ് കടുകുമണിയുടെ ഉപമയിലൂടെ ഈശോ ഉദ്ദേശിക്കുന്നത്. മറ്റൊരു ഉപമ ഈശോ പറയുന്നത് പുളിമാവിന്റെ ഉപമയാണ്. പുളിമാവിന്റെ ഉപമയിൽ പുളിമാവ് പ്രവർത്തിക്കുന്നത് ബാഹ്യമായിട്ടല്ല. ഒരു പുളിമാവിന്റെ പ്രവർത്തനം ഇന്റേണലാണ്. ആദ്യം പറഞ്ഞത് എക്സ്റ്റേണൽ ഗ്രോത്ത് ആണെങ്കിൽ മറ്റേത് ഇന്റേണൽ ട്രാൻസ്ഫർമേഷൻ ആണ്, നമ്മുടെ ഉള്ളിൽ തന്നെ സംഭവിക്കുന്ന രൂപാന്തരീകരണം. ഈശോ പറയാണ് ദൈവരാജ്യം അങ്ങനെയാണ്, അത് ഒരുവനെ ആന്തരികമായി രൂപാന്തരപ്പെടുത്തും, അതുപോലെ തന്നെ ബാഹ്യമായി രൂപാന്തരപ്പെടുത്തും. നമുക്ക് ഇന്ന് ഈ ദിവ്യബലിയിൽ പ്രാർത്ഥിക്കാൻ ഉള്ള ഒരു നിയോഗം അതാണ്. കർത്താവേ, ഞങ്ങളെ ബാഹ്യമായും ആന്തരികമായും രൂപാന്തരപ്പെടുത്തണമേ. 1% വെച്ച് ഓരോ ദിവസവും വളരുന്ന, കുറേശ്ശെ എങ്കിലും ഈശോയിലേക്ക് അടുക്കുന്ന ഒരു മനുഷ്യന്റെ വളർച്ച എന്ന് പറയുന്നത് നീ എത്രമാത്രം ഈശോയുടെ പോലെ ആയി എന്നുള്ളതാണ്. ആ ഒരു വളർച്ച ഓരോ ദിവസവും നമ്മുടെ ഉള്ളിൽ ഒരിത്തിരി കൂടെ ഈശോയെ പോലെ ആകുന്ന ഒരു ദിവസമായി എൻ്റെ ഈ ദിവസത്തെ മാറ്റണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകൾ അടച്ച് കരങ്ങൾ കൂപ്പി നമ്മുടെ അനുദിന ജീവിതത്തിൽ വളരുന്നതിന് സാധ്യതയും സാഹചര്യങ്ങളും കർത്താവ് തന്നിട്ടും നമ്മുടെ ആത്മീയ വളർച്ചയെ നമ്മൾ ശ്രദ്ധിക്കാതെ പോയ സമയങ്ങളെ ഓർത്ത്, നമ്മുടെ ആത്മീയതയെ പരിപോഷിപ്പിക്കാതിരുന്ന സമയങ്ങളെ ഓർത്ത്, ഈശോയെ പോലെ ആയിത്തീരുന്നതിന് കൂടുതൽ ആഗ്രഹിക്കുകയും കഠിനാധ്വാനം ചെയ്യുകയും ചെയ്യാതിരുന്ന
സമയങ്ങളെ ഓർത്ത് നമുക്ക് അനുദപിക്കാം. കരങ്ങൾ ഉയർത്തി 21 പ്രാവശ്യം ഉച്ചത്തിൽ യേശുനാമം വിളിച്ച് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യാം. ഈശോയേ 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 ഈശോയേ